എൻ്റെ പേര് ബാഹുല്യനാണ്. ധനുഷ്വരം സ്വദേശിയാണ്. ദേശീയ കായികതാരം നീരജ് ചോപ്ര കഴിഞ്ഞ ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ നേടിയതാണ്. ഈ വർഷം വെള്ളി മെഡൽ നേടിയുള്ളൂ. 140 കോടി ജനങ്ങളിൽ വെള്ളി മെഡൽ നിരാശയായിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. പാകിസ്ഥാന്റെ 92 എറിഞ്ഞ് ഒളിമ്പിക്സ് റെക്കോർഡോട് സ്വർണം നേടിയെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. നീരജ് ചോപ്ര 5 ഫൗളാണ് കാണിച്ചത്. ഒരു എറിയാണ് 89 സെന്റിമീറ്ററാണ് എറിഞ്ഞിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അങ്ങനെ വെള്ളി മെഡലായിപ്പോയി. 140 കോടി ജനങ്ങളിലുള്ളിടത്ത് നിരാശ ആയിപ്പോയി എന്ന് തന്നെ പറഞ്ഞ കഴിഞ്ഞ ഒളിമ്പിക്സ് സ്വർണം നേടിയ നിരാശയാണ്. 11 വയസ്സിലാണ് പൊണ്ണത്തടിയായിരുന്നു പഞ്ചാബ് താരമായിരുന്ന നീരജ് ചോപ്രയ്ക്ക് ഭയങ്കര തടിയായിരുന്നു. അങ്ങനെ ജിമ്മിൽ പ്രാക്ടീസ് ചെയ്യാൻ കൊണ്ടുവിട്ട അതിലൂടെ തന്നെ നീരജ് ചോപ്ര ജാവലറി കണ്ടതോടെ തന്നെ ജാവലിലേക്ക് മടങ്ങി. അങ്ങനെ തടി കുറയ്ക്കാൻ വേണ്ടിയാണ് ജാവൽ അത്ലറ്റ് മീറ്റിലേക്ക് വരുന്നത്. 11 വയസ്സിലാണ് വരുന്നത്. 1.5 ഏക്കർ വസ്തുവാണ് ഉള്ള ഒരു ഗ്രാമത്താണ് ജനിച്ചതെന്ന് പറയാം. പഞ്ചാബിലെ ഒരു ഗ്രാമത്തിലാണ് നീരജ് ചോപ്ര ജനിച്ചു കഴിഞ്ഞതെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. അച്ഛൻ പാവപ്പെട്ട കർഷകനായിരുന്നു. അതിൽ നിന്നാണ് വളർന്ന് സായിൽ പഠിക്കുന്നു. 2014 തന്നെ ആദ്യ ഇന്ത്യ ജാവലിൻ ത്രോയിൽ ലോക റെക്കോർഡ് ഇടുന്നു. പിന്നെ 2015 ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുക്കുന്നുണ്ട്, മെഡൽ നേടുന്നുണ്ട്. അതിനുശേഷം കഴിഞ്ഞ ഒളിമ്പിക്സിൽ സ്വർണം നേടുന്നുണ്ട്. നമുക്ക് മനസ്സിലാക്കാം. പിന്നെ തടിയായതുകൊണ്ട് എല്ലാവരും വഴക്ക് പറയുമായിരുന്നു. അതുകൊണ്ട് നീരജ് ചോപ്രയുടെ അച്ഛൻ ജിമ്മിൽ കൊണ്ടുവിട്ട് വണ്ണം കുറയ്ക്കാൻ വേണ്ടി 11 വയസ്സിൽ തന്നെ 80 കിലോയാണ് വണ്ണം. അതുകൊണ്ട് കുറയ്ക്കാൻ വേണ്ടി കൊണ്ടുവിട്ട ആ താരമാണ് ഇന്ന് ലോക റെക്കോർഡിലേക്ക് നമുക്ക് കയറിയെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. എല്ലാവരും 4-5 ഫൗളാണ് ഇന്നലെ ചെയ്തത്. 89 സെന്റിമീറ്റർ എഴുതാൻ കഴിഞ്ഞുള്ളൂ. പാകിസ്ഥാനിലുള്ള 92 സെന്റിമീറ്റർ എറിഞ്ഞാണ് ലോക റെക്കോർഡ് നമുക്ക് കരസ്ഥമാക്കിയെന്ന് പറയാൻ സാധിക്കുന്നു. ഇന്ത്യക്ക് നിരാശ ഉണ്ടായിരുന്ന ദിവസമായിരുന്നു ഇന്നലെ. പിന്നെ ഹോക്കിയിൽ ഇന്ത്യ വെങ്കലം നേടിയിട്ടുണ്ടെന്ന് ശ്രീജഷിന്റെ കഴിവുകൊണ്ടാണ് നേടിയെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അത്ലറ്റ് മീറ്റിൽ 4x400 മീറ്റർ റിലേയിലും ഒരു പ്രതീക്ഷയുണ്ട്. അതിൽ പ്രതീക്ഷയുണ്ടെന്ന് ഉസൈൻ ബോൾട്ടിന്റെ കോച്ചാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു പ്രതീക്ഷയുണ്ട്. ഇനി ബോക്സിംഗിൽ മാത്രമേ പ്രതീക്ഷയുള്ളൂ. നാളുകൾ മാത്രമേ ഉള്ളൂ ഒളിമ്പിക്സ് അവസാനിക്കാമെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്തയും ഒളിമ്പിക്സ് രംഗത്ത് നിന്ന് നൽകുന്ന. അതിൽ 4x400 റിലേയിലെ പ്രതീക്ഷയുണ്ടെന്ന് നമ്മൾ ഇന്നലെയും പറഞ്ഞിരുന്നു. ഒളിമ്പിക്സിൽ പാകിസ്ഥാൻ കൂടുതൽ എറിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അന്ന് ഫൗളായിരുന്നു. ആ ഫൗളിലുള്ള തന്നെ ഫസ്റ്റ് വന്നെന്ന് റെക്കോർഡോടെ സ്വർണം നേടിയെന്നതിന് നമുക്ക് സാധിക്കാമെന്നുണ്ട്. 5 ഫൗളാണ് ചെയ്തത്. എന്തോ ടെൻഷൻ കൊണ്ടാണെങ്കിൽ ഫൗള് കാണിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്ര ഇതില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു കഴിഞ്ഞ എല്ലാം ഒളിമ്പിക്സ് സ്വർണമായിരുന്നു. ഈ ആണ്ട് വെള്ളി മെഡലിനുകൊണ്ട് തൃപ്തിപ്പെടാൻ സാധിച്ചെന്ന് നമുക്ക് പറയാം. എന്നാലും ഒരു മെഡൽ കിട്ടിയിട്ടുണ്ടല്ലോ എന്ന് നമുക്ക് ഇന്ത്യക്കാർക്ക് 140 കോടി ജനങ്ങൾക്കും സന്തോഷമുണ്ടെന്ന് തന്നെ പറയാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇനിയുള്ളത് അത്ലറ്റ് മീറ്റാണ്. അത്ലറ്റിൽ 2 വട്ടം ഇന്ത്യയിൽ നിന്നും ഒരു പഞ്ചാബി ലോക റെക്കോർഡിലേക്ക് വരുന്നെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നുണ്ടെന്ന് തന്നെ പറയാം. ഒരു ഗ്രാമപ്രദേശത്ത് നിന്നാണ്, കർഷക കുടുംബത്തിൽ നിന്നാണ് പഞ്ചാബിൽ നീരജ് ചോപ്ര 11 വയസ്സിൽ ആദ്യത്തെ ജിമ്മിൽ പ്രാക്ടീസ് വരുന്നു. പിന്നെ സായി സ്കൂളിൽ പഠിക്കുന്നുണ്ട്. പിന്നെ ഉയർന്നുകൊണ്ട് പോകുന്നു. പിന്നെ പുറന്നോട്ട് നോക്കിയിട്ടില്ലെന്ന് തന്നെ പറയാം. പിന്നെ എല്ലായിടം പോയി പങ്കെടുക്കുന്നതിനെല്ലാം സ്വർണവും റെക്കോർഡോടെയാണ് സ്വർണം നേടുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. പൊണ്ണത്തടി കുറയ്ക്കാൻ വേണ്ടിയാണ് ജിമ്മിൽ പോയ ആ മനുഷ്യന്റെ ജീവിത ചരിത്രമാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ഇന്ന് ഒളിമ്പിക്സിൽ വെള്ളി മെഡൽ നേടിക്കഴിഞ്ഞിരിക്കുന്നു. ഇത്രയും കോടി ജനം ഉള്ളിടത്ത് നമുക്ക് മനസ്സിലാക്കാം. അച്ഛൻ തടിയായതുകൊണ്ട് 11 വയസ്സിൽ 80 കിലോ ആയതുകൊണ്ട് ഭയങ്കര കരച്ചിലായിരുന്നു. അങ്ങനെ കൊണ്ട് ജിമ്മിൽ വിട്ട ആ മനുഷ്യൻ ജാവലിൻ ത്രോ കണ്ടപ്പോൾ അതിലേക്ക് പ്രാക്ടീസ് ചെയ്താണ്. നല്ലൊരു കോച്ചായിരുന്നു. പിന്നെ ജർമ്മനിയിൽ ഇവിടെ പ്രാക്ടീസ് 6 മാസം ചെയ്യാൻ പോയി. അങ്ങനെ കോച്ചിന് കാശ് കൂടുതൽ കൊടുക്കണമെന്ന് പറഞ്ഞു ജർമ്മനിയിലൂടെ പ്രാക്ടീസിന് പോയി. ആ നീരജ് ചോപ്രയാണ് നമ്മളെ ഇന്ത്യ വെള്ളി മെഡലിൽ നൽകിയെന്ന് പറയാൻ സാധിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദമായ വിവരങ്ങളാണ് നമ്മൾ നൽകുന്നത്. ഈ ഇന്ത്യയിലെ ഓരോ വ്യക്തികളും ഈ ജാവലിൻ ത്രോ കാണാൻ വേണ്ടി കാത്തിരുന്നു. അത്ലറ്റ് മീറ്റ് വേണ്ടി കാത്തിരുന്നവർ അവസാനം നിരാശ ഇല്ലെന്ന് പറയാം. എന്നാലും ഒരു വെള്ളി കിട്ടിയിട്ടുണ്ടോന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. ഫൗൾ ആയിപ്പോയി 4-5 എറിയും.
ഒരു എറിയിലാണ് 89 പോയിന്റ് എറിഞ്ഞത്. മറ്റേ 92 എറിഞ്ഞത് പാകിസ്ഥാൻ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെയാണ് സ്വർണ്ണ മെഡൽ കിട്ടിയെന്ന് പറയാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ഇനി നമുക്ക് റിലേയില് പ്രതീക്ഷയുണ്ട്, അതുപോലെ ബോക്സിങ്ങിൽ പ്രതീക്ഷയുണ്ട്. ഇത് രണ്ടിലും ഇനി പ്രതീക്ഷ. ഒളിമ്പിക്സ് അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് ഇനി പറയാൻ സാധിക്കുന്നുണ്ട്. എൻ്റെ വാർത്തയ്ക്ക് വേണ്ടി ബാഹുലയനാണ്.